Yes, so welcome everyone to yet another class on verbal ability and reading comprehension. And ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറി ആണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൊക്കാബുലറിൻ്റെ സിനോണിംസ് ആൻഡ് ആന്റണിംസ് എന്ന് പറയുന്ന സബ് ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സബ് ടോപ്പിക്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൂവിങ് അഹെഡ്. ഫസ്റ്റത്തെ ഒരു സെക്ഷനാണ് കൺഫ്യൂസിങ് വേർഡ്സ്. വൊക്കാബുലറിക്കകത്ത് ഒരുപാട് കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ എറർ സ്പോട്ടിങ്, സെൻറ്റൻസ് കറക്ഷൻ ഒക്കെ ആയിട്ട് പല ഫോമാറ്റ്സിലും നിങ്ങളടുത്ത് കൺഫ്യൂസിങ് വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ആൻഡ് വിത്ത് റെഗുലർ ആൻഡ് തറോ പ്രാക്ടീസ് യു വിൽ മാസ്റ്റർ ഇറ്റ്. ഓക്കെ, സോ നോക്കൂ, ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് വേഴ്സസ് എക്സെപ്റ്റ് എന്നുള്ളതാണ്. പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. എന്താണ് ആക്സെപ്റ്റ് ആൻഡ് എക്സെപ്റ്റ് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആക്സെപ്റ്റ് എന്ന് പറയുന്നത് ടു റിസീവ് ഓർ അഗ്രി ടു സംതിങ് എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒന്നിനോട് അഗ്രി ചെയ്യുക, സമ്മതിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ, അതായത് ആക്സെപ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീ ആക്സെപ്റ്റഡ് ദ ജോബ് ഓഫർ. അവള് ആ ഒരു ജോബ് ഓഫർ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഇനി എക്സെപ്റ്റ് എന്നുള്ള വേർഡ് എന്താണ്? എക്സെപ്റ്റ് എന്ന് പറയുന്നത് എന്തിനെങ്കിലും ഒഴിച്ചു നിർത്തിയിട്ട് പറയുന്നതിനെയാണ്. ടു ലീവ് ഔട്ട് ഓർ എക്സ്ക്ലൂഡിങ് എന്നുള്ളതാണ് എക്സെപ്റ്റ് എന്ന വാക്കിൻ്റെ മീനിങ് വരുന്നത്. നോക്കൂ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. എവ്രി വൺ അറ്റൻഡഡ് എക്സെപ്റ്റ് രാഹുൽ. രാഹുൽ ഒഴികെയുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്തു. ഒരു മീറ്റിങ്ങിനെ കുറിച്ചായിരിക്കാം പറയുന്നത്. രാഹുൽ ഒഴികെയുള്ള എല്ലാവരും അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് ആക്സെപ്റ്റും എക്സെപ്റ്റും തമ്മിലുള്ള രണ്ട് വേർഡ്സിൻ്റെ മീനിങ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇതൊരു കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന ഒരു പെയർ ഓഫ് വേർഡ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് അഫക്റ്റ് ആൻഡ് ഇഫക്റ്റ്. ഇത്രയും കാലമായിട്ട് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് അഫക്റ്റ് എന്താണ്, ഇഫക്റ്റ് എന്താണ്. നമ്മൾ പലപ്പോഴും അത് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നതും പലരും അങ്ങനെ യൂസ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. എഫക്റ്റ് വേണ്ട സ്ഥലത്ത് ഇഫക്റ്റും ഇഫക്റ്റ് വേണ്ട സ്ഥലത്ത് അഫക്റ്റും യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അഫക്റ്റ് എന്ന് പറയുന്നത് ടു ഇൻഫ്ലുവൻസ് സംതിങ് ആണ്. എന്തിനെങ്കിലും ഒന്നിനെ സ്വാധീനിക്കാൻ മറ്റൊന്നിന് കഴിവുണ്ടെങ്കിൽ അതിനെയാണ്, ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അഫക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് ലാക്ക് ഓഫ് സ്ലീപ്പ് അഫക്ട്സ് കോൺസെൻട്രേഷൻ. ലാക്ക് ഓഫ് സ്ലീപ്പ്, അതായത് നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺസെൻട്രേഷനെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്, അതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അതിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബാധിക്കുക എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇഫക്റ്റ്? ഇഫക്റ്റ് എന്ന് പറയുന്നത് ദ റിസൾട്ട് ഓഫ് സംതിങ്. മറ്റേത് ബാധിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അത് പൂർണ്ണമായിട്ടും അതിൻ്റെ റിസൾട്ടായിട്ട് ഇത് മാറില്ല, ബാധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ഇഫക്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ റിസൾട്ടാണ് മറ്റൊന്ന് എന്നുള്ളതാണ് അവിടെ മീനിങ് ആയിട്ട് വരുന്നത്. നോക്കൂ, അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കൂ. ദ മെഡിസിൻ ഹാഡ് എ പോസിറ്റീവ് ഇഫക്റ്റ്. മെഡിസിൻ്റെ എഫക്റ്റ് പോസിറ്റീവായിരുന്നു, ആ മെഡിസിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഫക്റ്റും ഒന്ന് മറ്റൊന്നിൻ്റെ റിസൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇഫക്റ്റ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് കോംപ്ലിമെന്റ് വേഴ്സസ് കോംപ്ലിമെന്റ്. ഇതും നമുക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ട്. നമ്മൾ അത്ര കെയർഫുൾ ആയിട്ട് കണ്ടിട്ടില്ല പലരും ഈ രണ്ട് വേർഡ്സും. അത് മേ ബി ഐയും ഇയും അപ്പുറവും ഇപ്പുറം ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് കാണാം. ഇതിൻ്റെ കറക്റ്റ് മീനിങ് എന്താന്ന് പറയുന്നത് നമുക്കറിയാം. ഒരാളെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. കോംപ്ലിമെന്റ് ചെയ്യുക. സോ കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പ്രൈസ് ചെയ്യുക, ഒരാളെ പ്രൈസ് ചെയ്യുക, നമ്മൾ ഒരാളെ ആരാധിക്കുക, അഡ്മയർ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി കോംപ്ലിമെന്റഡ് ഹർ പ്രസന്റേഷൻ സ്കിൽസ്. അവളുടെ പ്രസന്റേഷൻ സ്കിൽസിനെ അവൻ കോംപ്ലിമെന്റ് ചെയ്തു. ഓക്കെ, അതായത് പ്രശംസിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാധിച്ചു എന്നുള്ളത് തന്നെ, അഡ്മയർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. പക്ഷെ അടുത്ത നോക്കൂ, മറ്റേ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് മാച്ച് ചെയ്യുന്നത്, സ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് രണ്ടാമത്തെ, അതായത് ഈ വരുന്ന കോംപ്ലിമെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് കംപ്ലീറ്റ്സ് ഓർ മാച്ചസ് വെൽ. ഒന്ന് മറ്റൊന്നിനെ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊന്നിനോട് നല്ലോണം മാച്ച് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഈ വരെയുള്ള കോംപ്ലിമെന്റ് വെച്ചിട്ട് പറയുന്നത്. ദ സ്കൈ കോംപ്ലിമെന്റ്സ് യുവർ സ്യൂട്ട് എന്നുള്ളത്. നോക്കൂ, അടുത്തതാണ് സ്റ്റേഷനറി വേഴ്സസ് സ്റ്റേഷനറി. അതായത് ഈ
എന്താ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷനിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേഷനറി എന്നുള്ള വാക്ക്, ഈ സ്റ്റേഷനറി എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് ഈ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു സ്ഥലത്ത് റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എ വെച്ചിട്ടുള്ള സ്റ്റേഷനറി എന്നുള്ള ആദ്യത്തെ എ വെച്ചിട്ടുള്ള സ്റ്റേഷനറി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ റൈറ്റിംഗ് മെറ്റീരിയൽസ് എഴുതാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ചെറിയ കടകൾ, കോളേജുകളൊക്കെ ഉള്ള കടകളിൽ നമ്മൾ സ്റ്റേഷനറി ഷോപ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റേഷനറി അങ്ങനെയുള്ള ഷോപ്സ് നിന്ന് വാങ്ങിക്കുന്ന റൈറ്റിംഗ് മെറ്റീരിയൽസ് അതിനെയാണ് നമ്മൾ സ്റ്റേഷനറി എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ റൈറ്റിംഗ് മെറ്റീരിയൽസിനെ പറയുമ്പോൾ നമ്മൾ ഈ ഉള്ള സ്റ്റേഷനറിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ an object in rest അതിനെയാണ് നമ്മൾ എ ഉള്ള സ്റ്റേഷനറി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നോക്കൂ, അടുത്തതാണ് പ്രിൻസിപ്പൽ വേഴ്സസ് പ്രിൻസിപ്പൽ. ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തിനെങ്കിലും ഒന്നിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ഉള്ള പ്രിൻസിപ്പൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ നോക്കൂ, എക്സാമ്പിൾ നോക്കൂ, ദ പ്രിൻസിപ്പൽ അഡ്രസ്ഡ് ദ സ്റ്റുഡൻസ്. അറ്റ് ദ സെയിം ടൈം പ്രിൻസിപ്പിൾ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഒരു മോറൽ റൂൾ അല്ലെങ്കിൽ ഒരു ബേസിക് ട്രൂത്ത് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. എന്താണ് ഓണസ്റ്റി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഇനിയാണ് ഹോമോഫോൺസ്, ഹോമോണീംസ്, ഹോമോഗ്രാഫ്സ് എന്നുള്ള ഒരു വലിയൊരു സെക്ഷൻ വരുന്നത്. ഇത് വളരെ ഈസിയാണ്, പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ ഹോമോഫോൺസ് എന്താണ്, ഹോമോണീംസ് എന്താണ്, ഹോമോഗ്രാഫ്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ അതിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അതൊരു ഷോർട്ട് കട്ടും അല്ല, ഡയറക്റ്റ് വേ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ട് നോക്കുക, റിവൈസ് ചെയ്യുക. ആൻഡ് ഹാപ്പി തിങ് ഈസ്, ഇത് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ കൂടെ ഓൾ യു നീഡ് ഇസ് 10 seconds, അത്രമാത്രം മതി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കാം. അങ്ങനെ ഒന്നും മറന്നു പോവാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡപ്പ് ആയി പോകാൻ പാടില്ല. ഓക്കെ, നോക്കൂ, എന്താണ് ഹോമോഫോൺസ്? ഹോമോഫോൺസ് എന്ന് പറയുന്നത് വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെന്റ് മീനിങ്സ് ആൻഡ് ഡിഫറെന്റ് സ്പെല്ലിങ്സ്. അതായത് ഈ ഹോമോഫോൺസ് എന്ന് പറയുന്നത് ഫോൺസ് ആണ്. ഫോൺസ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റേഴ്സിനെയോ അതിനൊന്നിനെയല്ല പറയുന്നത്. ഫോൺ എന്ന് പറയുന്നത് ഫോണറ്റിക്സിലേക്കാണ് നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഫോണറ്റിക്സ് എന്താ പറയുന്നത്? നമ്മുടെ പ്രൊനൗൺസിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് സയൻസിനെയാണ് നമ്മൾ ഫോണറ്റിക്സ് എന്ന് വിളിക്കുന്നത്. സോ എന്താണ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഹോമോഫോൺസ് എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് അവരുടെ ഹോമോ എന്ന് പറയുന്നത് സെയിം ആണ്, സെയിം ഫോണറ്റിക് സൗണ്ട് ഉള്ള വാക്കുകൾ എന്നുള്ളതാണ് ഹോമോഫോൺസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരം വേർഡ്സിന് അവരുടെ സ്പെല്ലിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ അവരെ പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം ആയിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കൂ. പെയർ ആൻഡ് പെയർ, പെയർ ആൻഡ് പെയർ. പെയർ ആൻഡ് പെയർ എന്ന് പറയുന്നത്, ഒന്നാമത്തെ പെയർ എന്ന് പറയുന്നത് എന്താണ്? എ പെയർ ഓഫ് ചപ്പൽ. മനസ്സിലായോ? എ പെയർ ഓഫ് ജീൻസ്. ഓക്കെ, പെയർ എന്താണ്? നമ്മൾ കഴിക്കുന്ന പച്ച കളറിലുള്ള മറ്റേ ആ ഒരു ഫ്രൂട്ടിനെയാണ് നമ്മൾ പെയർ എന്ന് വിളിക്കുന്നത്. മറ്റേത് ഒരു ജോഡി എന്നുള്ള പെയറാണ്, മറ്റേത് ഒരു ഫ്രൂട്ടാണ്. അടുത്ത നോക്കൂ, റൈറ്റ് ആൻഡ് റൈറ്റ്. വലതുവശത്തിനെ നമ്മൾ റൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ റൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് എന്നുള്ള റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പേപ്പറിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്നതിനെയാണ് റൈറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഈ റൈറ്റും ആ റൈറ്റും അതിൻ്റെ രണ്ടിൻ്റെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ മീനിങ്ങും ഡിഫറെൻ്റ് ആണ്, ബട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. അങ്ങനെ പ്രൊനൗൺസിയേഷൻ സെയിം ആയിട്ടുള്ള, മീനിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, സ്പെല്ലിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഇനി എന്താണ് സി? നോക്കൂ, സി എന്ന് പറയുന്നത് SEA, അത് കടലാണ്. ഒബിയസ്ലി സി എന്ന് പറയുന്നത് ടു ലുക്ക്, കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സ്പെല്ലിങ്ങും മീനിങ്ങും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് നൈറ്റ് ആൻഡ് നൈറ്റ്. ഒരു പടയാളിനെ, ഒരു മിഡീവൽ കാലഘട്ടത്തിൽ ഒരു പടയാളിനെയൊക്കെയാണ് നമ്മൾ, ഒരു വാരിയറിനെയാണ് നമ്മൾ നൈറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് എന്ന് പറയുന്നത് രാത്രിയാണ്, പക്ഷെ ഇതിൻ്റെ രണ്ടിൻ്റെ സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, മീനിങ് ഡിഫറെൻ്റ് ആണ്. ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ, നമ്മൾ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ഓൾ പർപ്പസ് ഫ്ലവർ, മൈദ. അതേപോലെ തന്നെ ഫ്ലവർ, പൂവ്. അത് രണ്ടിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്, സ്പെല്ലിങ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ
പ്രൊനൗൺസിയേഷൻ ഇസ് ദ സെയിം. അതുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത്? ഹോമോഫോൺസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ, എന്താണ് ഹോമോനിംസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹോമോനിംസ് എന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേർഡ്സ് ദാറ്റ് ഹാവ് സെയിം സ്പെല്ലിംഗ് ഓഫ് പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീനിങ്സ്. അതായത് ഇവരുടെ സ്പെല്ലിങ് സെയിം ആണെങ്കിൽ, സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും സെയിം ആണ്, പക്ഷേ വ്യത്യാസപ്പെട്ട മീനിങ്സ് ആണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹോമോണിംസ് എന്നുള്ള പേര് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ബാറ്റ് എന്നുള്ളത് നമ്മൾ ക്രിക്കറ്റ് ബാറ്റിനും പറയാറുണ്ട്, വവ്വാലിനും പറയാറുണ്ട്. അപ്പോൾ അത് ബാറ്റ് എന്താണ്? ഒരു ഹോമോണിമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റൈറ്റിൻ്റെ കാര്യം. നമ്മൾ ഫോൺസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ റൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈറ്റ് എന്നുള്ളത് നമ്മുടെ വലതുവശത്തിനെയും നമ്മൾ റൈറ്റ് എന്നാണ് പറയുന്നത്, ശരിയായിട്ടുള്ള കാര്യത്തിനെയും നമ്മൾ റൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് റൈറ്റും എവിടെ വരും? ഈ ഹോമോനിംസിൽ വരും. കാരണം അവരെ പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം ആണ്, അവരുടെ സ്പെല്ലിങ്ങും സെയിം ആണ്. ആകെ ഡിഫറൻസ് വരുന്നത് അവരുടെ മീനിങ്ങിലാണ്. അപ്പം they will belong to the category of homonyms. ഓക്കെ, ഇനി അടുത്ത നോക്കൂ, ബാങ്ക്. വേറൊരു എക്സാമ്പിൾ ആണ് ബാങ്ക്. ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് പൈസ എടുക്കാനും നമുക്ക് കടം വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതേപോലെ തന്നെ റിവർ ബാങ്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നദീതടത്തിനെയും നമ്മൾ ബാങ്ക് എന്നാണ് പറയുന്നത്, റിവർ ബാങ്ക് എന്നാണ് പറയുന്നത്. അപ്പം സ്പെല്ലിങ് സെയിം ആണ്, പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, മീനിങ് ഡിഫറെൻ്റ് ആണ്. അടുത്ത നോക്കൂ, ലൈറ്റ് എന്നുള്ള വാക്ക് വെളിച്ചത്തിനെയും നമ്മൾ പറയാറുണ്ട്. പിന്നെ അധികം ഭാരമില്ലാത്ത ഈസി ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെയും നമ്മൾ ലൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. സോ ഇവിടെ അഗെയിൻ എന്താണ്? സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, ബട്ട് മീനിങ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹോമോഗ്രാഫ്സ് എന്ന് പറയുന്നത്. ഹോമോഗ്രാഫ്സിൻ്റെ സ്പെല്ലിങ് സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ മീനിങ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ പ്രൊനൗൺസിയേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. എന്ത് മാത്രമാണ് സെയിം ആവുന്നത്? സ്പെല്ലിംഗ് മാത്രം സെയിം ആവുന്നതിനെ കൊണ്ടാണ് ഹോമോഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അവർക്ക് ഈക്വൽ ആയിട്ട് സെയിം ആയിട്ട് വരുന്നത്, ഹോമോ ആയിട്ട് വരുന്നത് അവരുടെ ഗ്രാഫ് മാത്രമാണ്. ഗ്രാഫ് ഇൻ ദ സെൻസ് ലൈക്ക് ഗ്രാഫിക്സ് ഇൻ ദ ഗ്രാഫിക്സ് വെൻ ഇറ്റ് കംസ് ടു വേർഡ്സ് എന്തായിരിക്കും? അത് സ്പെല്ലിംഗ് ആണ്. ഓക്കെ, വേർഡ്സിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ്. ഓക്കെ, ആ ഒരു സ്പെല്ലിംഗ് സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, മീനിങ്ങും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാക്കിന് രണ്ട് മീനിങ്സ് ആണുള്ളത്. ഒന്ന് ടു ഗൈഡ് ആൻഡ് എ മെറ്റൽ. ഈ ഗൈഡ് എന്നുള്ള മീനിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാക്കിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ലീഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യും, അല്ലേ? പക്ഷേ ഇതൊരു മെറ്റലാണ് ഇതിൻ്റെ മീനിങ്. മെറ്റൽ എന്നുള്ളതാണ് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അർത്ഥം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഈ വാക്കിനെ ലെഡ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. ടു ഗൈഡ് ആകുമ്പോൾ അത് ലീഡാണ്, മെറ്റൽ ആകുമ്പോൾ അത് ലെഡാണ്. അതാണ് പറയുന്നത്, ഹോമോഗ്രാഫ്സ് ആവുന്ന സമയത്ത് സ്പെല്ലിങ് മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, മീനിങ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അടുത്ത നോക്കൂ, ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ റിപ്പ്, അതായത് കീറുക എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. അങ്ങനെ അർത്ഥം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? ടയർ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഡ്രോപ്പ് ഫ്രം ദ ഐ, കണ്ണുനീര് എന്നുള്ള അർത്ഥം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ടിയർ ഡ്രോപ്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇത് കാറ്റ് എന്നുള്ള അർത്ഥം വരികയാണെങ്കിൽ നമ്മൾ വിൻഡ് എന്ന് വിളിക്കും. പക്ഷേ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമാണ് ഇതിൽ വരുന്നത്, നമ്മൾ വൈൻഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നോക്കൂ, ഇനി വേറൊരു സെറ്റ് ഓഫ് കൺഫ്യൂസിങ് വേർഡ്സിലേക്ക് നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്വൈസ് എന്നുള്ളത് നോക്കൂ. അഡ്വൈസ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്ന് നൗൺ ആണ്, ഒന്ന് വേർബാണ് എന്നുള്ളതാണ്. അതായത് എസ് യൂസ് ചെയ്യുന്ന സമയത്ത് ടു സജസ്റ്റ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെയാണ്, ഒരു ആക്ഷനെയാണ് നമ്മൾ എസ് വെച്ചിട്ടുള്ള അഡ്വൈസ് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ഡിനോട്ട് ചെയ്യുകയാണ് എന്നുള്ളത് വരുമ്പോൾ, അതായത് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ആ ഒരു കാര്യം ചെയ്യാണ്, ആ ഒരു കാര്യം ആക്ട് ചെയ്യുകയാണ്. ടു ആക്ട് ഒരു ആക്ഷൻ വേർഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എസ് യൂസ് ചെയ്യുന്നത്. അതേസമയം അതൊരു നൗണായിട്ട്, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിനെ ഒരു നൗണായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് വിൽ യൂസ് ദ ലെറ്റർ സി
അഡ്വൈസ്, സജഷൻ എന്നുള്ളതാണ്. സി ഉള്ള അഡ്വൈസിൻ്റെ അർത്ഥം. എസ് ഉള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അത് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ആക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഡിസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ തൊട്ടടുത്ത് ഇരിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കാര്യത്തിനെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ നൈഫ് ഇസ് ബിസൈഡ് ദ കിച്ചൺ ടേബിൾ എന്ന് നമുക്ക് പറയാം. അപ്പം തൊട്ടടുത്തുണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ബിസൈഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നോക്കൂ, ബിസൈഡ്സ് എന്ന വാക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടാതെ മറ്റൊന്നും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ബിസൈഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസൈഡ് എന്ന് പറയുന്നത് തൊട്ടടുത്തുണ്ട് എന്നുള്ളതാണ്. ബിസൈഡ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൂടാതെ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി നോക്കൂ, അഡാപ്റ്റ് എന്താണ്? അഡാപ്റ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ലൈക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ കോൾഡ് കൺട്രീസിലേക്ക് പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് അവർ അഡാപ്റ്റ് ആവുന്നുണ്ട്, പൊരുത്തപ്പെടുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റ് എന്ന് വിളിക്കുക. അഡോപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പപ്പീസിനെയും കുഞ്ഞുങ്ങളെയൊക്കെ അഡോപ്റ്റ് ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ അഡോപ്റ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. പിന്നെ ലേറ്റർ എന്നുള്ളത് പറയുന്നത് കുറച്ച് സമയത്തിന് ശേഷം എന്നുള്ളതാണ്. ലാറ്റർ എന്ന് പറയുന്നത് എന്താ പറയുക, രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രണ്ടാമത്തെ കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാറ്റർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വേറെയും കുറച്ച് പെയർ ഓഫ് എക്സാമ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിബിൾ ആൻഡ് ക്രെഡുലസ്. ക്രെഡിബിൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നത്, ട്രസ്റ്റഡ് ആയിട്ടുള്ളത്, റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ ക്രെഡിബിൾ എന്ന് വിളിക്കുന്നത്. ക്രെഡുലസ് എന്നുള്ളത് സെയിം സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ ആ ഒരു ട്രാപ്പിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ക്രെഡുലസ് എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു അർത്ഥമേ അല്ല അതിന് വരുന്നത്. റാദർ അതിൻ്റെ അർത്ഥം ഈ പെട്ടെന്ന് തന്നെ പറ്റിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് നമ്മൾ ക്രെഡുലസ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ, ഹിസ്റ്റോറിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ. ഹിസ്റ്റോറിക് എന്ന് പറയുന്നത് ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട എന്തിനോ ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്റോറിക് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്ന് എന്നുള്ളതാണ് സൂചിപ്പിക്കാനാണ് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത്. നോക്കൂ, ഇനി അടുത്തതാണ് സെൻസിറ്റീവ് ആൻഡ് സെൻസിബിൾ. ഇത് രണ്ടും വളരെ സിമിലർ ആണ്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാനൊക്കെ തോന്നിക്കൂടായില്ല. സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഇമോഷണലി പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് ഹിസ് വെരി സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പെട്ടെന്ന് ഇമോഷൻസ് അവനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതാണ്. പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ആവുന്ന ഒരാളെയാണ് നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. സെൻസിറ്റീവ് എന്നുള്ളത് ആ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ഷീ ഈസ് വെരി സെൻസിബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലും വളരെ ബുദ്ധിമതിയുമായിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് നമ്മൾ സെൻസിബിൾ എന്നുള്ളത് ഉപയോഗിക്കുമ്പോൾ അതിന് മീനിങ് വരുന്നത്. നോക്കൂ, ഇനി അടുത്തതാണ് കണ്ടിന്യൂസ് ആൻഡ് കണ്ടിന്യൂവൽ. ഇതിൽ ഈ കണ്ടിന്യൂസിനെയും കണ്ടിന്യൂവലും നമ്മൾ അധികം ഒന്നും ശ്രദ്ധിക്കാത്തതാണ്. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാത്തൊരു കാര്യമാണ്. എന്നാൽ ഇത് രണ്ടും തമ്മിൽ അത്യാവശ്യം വ്യത്യാസവും ഉണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിർത്താതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് എന്നുള്ള വാക്ക് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ കണ്ടിന്യൂവൽ എന്ന് പറഞ്ഞാൽ തുടരെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, വീണ്ടും സംഭവിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഒന്ന് നിർത്താതെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, പക്ഷെ കണ്ടിന്യൂവൽ എന്ന് പറയുന്നത് എപ്പിസോഡ്സ് ആയിട്ട് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇനി നോക്കൂ, എമിഗ്രേറ്റ് ആൻഡ് ഇമിഗ്രേറ്റ്. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം തന്നെയാണ് എമിഗ്രേറ്റും എമിഗ്രേറ്റും. എമിഗ്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു രാജ്യം വിടുന്നതിനെയാണ് നമ്മൾ എമിഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിനെയാണ് ഇമിഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ എമിഗ്രേറ്റിൻ്റെ ഇ വെച്ചിട്ട് എക്സിറ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഇമിഗ്രേറ്റിൻ്റെ ഐ വെച്ചിട്ട് ഇൻ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം എമിഗ്രേറ്റ് എന്ന് പറയുന്നത് എക്സിറ്റ് ആണ്, അതായത് ഒരു രാജ്യം വിട്ട് പോവുക. ഇമിഗ്രേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്, അതായത് ഒരു പുതിയൊരു രാജ്യത്തേക്ക് പ്രവേശിക്കാം. അപ്പം ഇങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ചെറിയ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മറന്നു പോവാതെ ഈസിലി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കൂ, ഇനി അടുത്ത നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഇപ്പോൾ പെട്ടെന്നുള്ള നമ്മൾ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഒക്കെ കോളേജിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്കത്ര ഫെമിലിയർ അല്ല. അപ്പോൾ ആ ഒരു എല്ലാവരും വളരെ സ്ട്രെയിഞ്ച് ആൻഡ് അൺഫെമിലിയർ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ഐസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ട് എല്ലാവരും തമ്മിലൊരു നല്ലൊരു സിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്
ചെയ്യുന്ന ഒരു പ്രവൃത്തിനാണ് ബ്രേക്ക് ദ ഐസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ ടീച്ചർ ടോൾഡ് എ ജോക്ക് ടു ബ്രേക്ക് ദ ഐസ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ്. ഓക്കെ, പിന്നെ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഈ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നുള്ളതിന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, അതായത് കുറുക്കി കൊള്ളുന്ന പോലെ പറയുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് റിയ ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് വെൻ ഷി എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദ കമ്പനീസ് ഫെയിലിയർ. കമ്പനീൻ്റെ ഫെയിലിയറിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് റിയ കുറുക്കി കൊള്ളുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, അടുത്തതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇതിനും നമ്മളെ മലയാളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളുണ്ട്. നമ്മൾ പറയും ആണ്ടിലും അമാവാസിക്കും എന്ന് പറയാറില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമുക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി റയർലി എന്നുള്ളതാണ്, വളരെ റയർ ആയിട്ട്. ഹി വിസിറ്റ്സ് ഹിസ് ഹോം ടൗൺ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത് വളരെ രാത്രി വൈകിയിട്ടും ഒരുപാട് നേരം വൈകിട്ടും ഇരുന്ന് പഠിക്കുന്നതിനെയും വർക്ക് ചെയ്യുന്നതിനെയുമാണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങളൊക്കെ സിൻസ് ഓൾ ഓഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം, ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓഫൺ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ബിഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, നോക്കൂ അടുത്ത. ഇനി അഞ്ചാമത്തത് അ ബ്ലെസ്സിങ് ഇൻ ഡിസ്കസ്. ഇതിനും അഗെയിൻ മലയാളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഉർവശി ശാപം ഉപകാരമാവാന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്കൈസ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് സീംസ് ബാഡ് അറ്റ് ഫസ്റ്റ് ബട്ട് ലേറ്റർ ടേൺസ് ഔട്ട് ടു ബി ഗുഡ്. ആദ്യം ഒരു ശാപമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഉപകാരത്തിനായിട്ട് വന്ന് ഭവിക്കുന്നതിനെയാണ് a blessing in disguise എന്ന് വിളിക്കുന്നത്. അതായത് losing that job was actually a blessing in disguise for him. ഓക്കെ, മേ ബി ആ ജോലി പോയതിന് ശേഷമായിരിക്കും ഒരു നല്ല കരിയർ ബ്രേക്ക് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ ബീച്ച് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ തൊട്ട് ഇവിടെ തൊട്ട് കുറേ ടൈം എടുത്ത് അങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മളെ വെറുതെ ടൈം അടിച്ച് ലാഗ് അടിപ്പിച്ചുകൊണ്ടിരിക്കില്ല, അതിനെയാണ് ബീച്ച് അറൗണ്ട് ദ ബുഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ യൂസേജ് നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റോപ്പ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ക്ലിയർലി എന്നുള്ളതാണ്. നോക്കൂ, കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ ഡേ, അതായത് ആ ദിവസത്തെ പരിപാടികളെല്ലാം തീർത്ത് നമ്മൾ ആ ദിവസം നിർത്തിവെക്കണം, മീൻസ് ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തിവെക്കുകയാണ്. അതായത് ഒരു പ്രോജക്റ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് ദ ടീം ഡിസൈഡഡ് ടു കോൾ ഇറ്റ് എ ഡേ. അതൊരു ഡേ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക, അതായത് ആ ദിവസത്തെ എല്ലാ മേജർ ആക്ടിവിറ്റീസും തീർത്തിട്ട് പോവുക എന്നുള്ളതാണ്. അണ്ടർ ദ വെദർ എന്ന് പറയുന്നത് ഫീലിംഗ് സിക്ക് ഓർ അൺവെൽ. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ദ വെദർ നമുക്ക് പറയാൻ പറ്റും. ഐ സ്കിപ്പ് ദ കോളേജ് യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസ് ഫീലിംഗ് അണ്ടർ ദ വെദർ. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കോളേജ് സ്കിപ്പ് ചെയ്തു. പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് സംതിങ് വെരി ഈസി ടു ഡു, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് പീസ് ഓഫ് കേക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ദ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ ഹർ. ആ എക്സാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അവർക്ക് ഭയങ്കര ഈസി ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിളാണ്. സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത് ടു റിവീൽ എ സീക്രട്ട്, ഒരു സീക്രട്ട് പുറത്ത് പറയുക എന്നുള്ളതാണ്. യൂസേജ് വന്നിട്ട് രാഹുൽ സ്പിൽ ദ ബീൻസ് അബൌട്ട് ദ സർപ്രൈസ് പാർട്ടി. സർപ്രൈസ് പാർട്ടീനെ കുറിച്ചുള്ള സീക്രട്ട് രാഹുൽ പറഞ്ഞു കൊടുത്തു. സ്പിൽ ദ ബീൻസ് എന്നുള്ളതാണ്. അനാലജീസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷനാണ്. നിങ്ങൾക്ക് അറിയാം, ഡോക്ടർ ഹോസ്പിറ്റലാണ്, കാരണം ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പോൾ ടീച്ചർ വർക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും? ഒബിയസ്ലി നിങ്ങൾക്ക് അറിയാം, സ്കൂളിലായിരിക്കും ഒരു ടീച്ചർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു അനാലജി എന്ന് പറയുന്നത് ബുക്ക് റീഡിങ്. അപ്പോൾ നൈഫ് എന്തായിരിക്കും? ബുക്ക് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? വായനയാണ് നമ്മൾ ചെയ്യുക. നൈഫ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? കട്ടിംഗ് ആണോ, റൈറ്റിംഗ് ആണോ, ഈറ്റിംഗ് ആണോ, ഡ്രോയിങ് ആണോ? ഉറപ്പായിട്ടും നൈഫ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ വൊക്കാബുലറി. നെക്സ്റ്റ് ക്ലാസ്സിൽ വെർബൽ റീസണിംഗ് ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവാം. സോ അൺടിൽ ദെൻ ബൈ.